ഗുരുക്കളെ, ഗുരുക്കൾക്ക് എന്നെ വല്ല ഓർമ്മയുണ്ടോ? ഗുരുയുടെ വീട്ടില് കളരി പഠിക്കാൻ ശിഷ്യൻ ശിഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. എന്റെ ശിഷ്യനാണോ? ഓ എടാ മക്കളെ, അതേ ലക്ഷക്കണക്കിന് പേരിൽ എന്റെ അടുത്ത് ഈ കളരി പഠിക്കാൻ വേണ്ടി വരുന്നത് ഒന്നും ഓർമ്മ നിൽക്കത്തില്ല. സാരമില്ല. സോറി. എങ്ങോട്ട് പോന്ന്? കല്യാണം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ഗുരുക്കളെ കാണാൻ വേണ്ടി തന്നെ വന്നേ. എന്നെ കാണാൻ വന്നു? എന്തിന്? അല്ല ഗുരുക്കളെ, ഓർമ്മയുണ്ടോന്നറിയില്ലേ, 500 രൂപ ഫീസിന്റെ കൂടെ എക്സ്ട്രാ തന്നായിരുന്നു. അതെനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊന്ന് വേണമായിരുന്നു. 500 രൂപ എക്സ്ട്രാ തന്നു? എവിടെ വെച്ച്? ഗുരുക്കളെ അങ്ങനെ പറയരുത്. ഗുരുക്കളെ എന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച് കാണുമ്പോ ചോദിച്ചാൽ മതി, 500 രൂപ എക്സ്ട്രാ തന്നത് തിരിച്ചു തരാന്ന്. ആണോ? അധികം തന്നായിരുന്നല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ എന്നാ പിന്നെ കാണാം. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല അച്ഛനെ. ഞാനിപ്പോ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ 500 രൂപ വേണം. എടാ അതേ, സത്യമായിട്ട് ഞാൻ 500 രൂപ തരാനുള്ളതാണോ? അച്ഛനെ സത്യമായിട്ടും തന്നേക്കാം. എനിക്ക് ഓർമ്മയിലിടാ, ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ എന്റെ കൂടെ ഈ കളരി പിടിക്കാൻ വരുന്നത്. അപ്പൊ എല്ലാവരുടെ പേരോ ഒന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അത് സാരമില്ല, തന്നേക്കാം. ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലോട്ട്. അച്ഛനെ ആ പരിപാടി നടക്കൂല. അല്ലെ എടാ, ഞാനിപ്പോ എന്റെ പെങ്ങടെ വീട്ടിൽ വന്നതാ. അതാ ആ കാണുന്ന എന്റെ പെങ്ങടെ വീട്. ബാങ്ക് മാനേജർ അളിയൻ. ബാങ്ക് മാനേജർ എന്നല്ലേ പറഞ്ഞേ? ഞാനിപ്പോ ഒരാഴ്ച ഇവിടെ വന്നിട്ട് എന്റെ കയ്യിലിരുന്ന കാശെല്ലാം തീർന്നു പോയി. നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വന്നാ മതി, 500 1000 തരാം, കുഴപ്പമില്ല. അതല്ലേ ഗുരുക്കളെ, അത് പറ്റൂല. ഞാനിപ്പോ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വന്ന എവിടെയാണെങ്കിൽ എനിക്ക് 500 രൂപ കിട്ടിയേ പറ്റുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീയേ എന്റെ അളിയന്റെ വീട്ടിലോട്ട് പോ. നിനക്ക് 500 രൂപയുടെ കളരി ഞാൻ എക്സ്ട്രാ പഠിപ്പിക്കാം, ഇപ്പൊ തന്നെ പഠിപ്പിക്കാം. ഓ വേണ്ട, അത് ഗുരുക്കള് പരിപാടിയൊക്കെ നിർത്തിയപ്പോഴേ ഞാൻ കരാട്ടയ്ക്ക് ചേർന്നു. അപ്പൊ പിന്നെ കാശ് വേണമല്ലേ? അതെ വേണം. അളിയനാരെ ബാങ്ക് മാനേജറാന്നല്ലേ പറഞ്ഞു? അവിടെ ചോദിച്ചാ കിട്ടൂലേ? നോക്കട്ടെ. 500 രൂപ കളരി പിടിപ്പിച്ച പോരല്ലേ? വെള്ളം മക്കൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കുക, ഒരു 10 മിനിറ്റ് ഞാൻ കാശ് കൊണ്ടുവരാം. പോയേക്കരുത്. ഒരിക്കലും ഇല്ല. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് ചെക്ക് എടുത്ത് ബാങ്കിൽ പോയി പൈസ മാറി വരുമ്പോഴേക്കും സമയം പിടിക്കും. ആ ചെറുക്കനാണ് 500 രൂപയ്ക്ക് വേണ്ടി ബഹളവുക. ആക്രി സാധനങ്ങള് ഉറക്കിയെടുത്ത് വിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ ഇവിടെ ഒരു ആക്രിയില്ല. പിന്നെ എന്ത് ചെയ്യും? അവനെ ഇനി കളരി പഠിപ്പിക്കാനാണേല് ആരോഗ്യം സമ്മതിക്കുമെന്ന് തോന്നില്ല. അളിയനോട് ചോദിക്കാമെന്ന് വെച്ചാല് അത് വേണ്ട നടക്കണം. ഇനിയിപ്പോ എന്തോ ചെയ്യും? മാമന്റെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു കഴിഞ്ഞ മാമന്റെലോ ഒന്നുമില്ല. റിങ്കിയുടെ ചോദിക്കും, അവള് തരൂല, ശരിയാവൂല. അളിയൻ അറിയാതെ 500 രൂപ അടിച്ചു മാറ്റാം. അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് അടിച്ചു മാറ്റാം. അല്ല, വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ 500 രൂപ അങ്ങ് തിരിച്ചു വെച്ചാ മതിയല്ലോ. അത് മതി. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. അതേ ഉള്ളു ഒരു വഴി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.